ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മരിച്ചതിന് ശേഷം ഇവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചു. സത്യം പറയുന്നവരെ നിങ്ങൾ വെറുക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളൂ. മരിച്ചവരുടെ കല്ലറയിൽ വണങ്ങുന്നതും മരിച്ചു പോകുന്ന പുരോഹിതന്മാരെ പിതാവ് എന്ന് വിളിക്കുന്നതും കുറ്റകരമായിരിക്കുന്ന തെറ്റാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിലേക്ക് തിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പാപമോചനം ലഭിക്കേണ്ടതിന് യേശുക്രിസ്തുവിനോട് ക്രൂസിൽ മരിപ്പാൻ സ്നാനം വൈകിട്ട് 6 മണി വരെ പ്രസംഗിക്കാൻ പക്ഷെ ഞങ്ങൾ നിർത്തിയ അങ്ങനെ സ്നാനം നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരും. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് വേണമോ? ആർക്കെങ്കിലും പാപമോചനം വേണോ? ആർക്കെങ്കിലും സമാധാനം വേണമോ? തകർന്നിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ ഉയർത്തുവാന്, തകർന്നു പോയ നിന്റെ ജീവിതങ്ങളെ നിരപ്പാക്കിയെടുക്കാൻ കഴിയുന്ന കർത്താവിലേക്ക് തിരിയും പ്രിയപ്പെട്ടവരെ. 1000 ആണ്ട് കഴിഞ്ഞ് ഇങ്ങനെ സ്നാനം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കും. യേശുക്രിസ്തുവിനെ കല്ലറയിൽ അടക്കിയവന്റെ അതേ ആത്മാവ് നമുക്ക് തരും. അതിന് ഉയർത്തെഴുന്നേറ്റ് അതേ ആത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം ഇതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മരണത്തെ നമ്മൾ ജയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് മാത്രമേ നീതിയോടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ.